ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഉണ്ണിയാണ്. ഇന്ന് ലീവല്ലേ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണേ. ഇത് ഇരിഞ്ഞാലക്കുട പോകാൻ വേണ്ടിയിട്ട് കുറി അടയ്ക്കാനുണ്ട്, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പം പതിപോലെ തന്നെ സൺസ്ക്രീൻ ഇട്ടു, ഫെയർനെസ് ക്രീം ഇട്ടു. അതിനുശേഷം ഞാൻ ഒന്ന് സെറ്റിംഗ് സ്പ്രേ അടിക്കും. എനിക്ക് ഭയങ്കര വേർപ്പായതുകൊണ്ട് വേർത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പുട്ടി പോലെ തോന്നും. അപ്പോൾ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിക്കും. ഭയങ്കര വേർപ്പാണ് എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിരിയം കുറച്ച് നാളായിട്ട് വളർത്തിയിട്ട് എടുക്കണം. ഇന്ന് ഞാൻ എടുക്കണത്, എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോയി എടുക്കണമെന്ന് ഇഷ്ടമല്ല. ഞാൻ ഉദ്ദേശിച്ച ഒരു ഇത് കിട്ടില്ല അവരെടുക്കുമ്പോൾ. അപ്പം ഞാൻ തന്നെ വീട്ടിലെടുക്കും. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ. അതെന്ന് വെച്ചാൽ ഒരു 10ാം ക്ലാസ് തൊട്ടേ ഞാൻ തന്നെ എടുക്കാറ്. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഞാനാണ് എടുത്തു കൊടുക്കാറ് ബ്ലേഡ് വെച്ചിട്ട്. ഞങ്ങളുടെ ഒന്നും അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകലൊന്നും ഇല്ല. ഞങ്ങളുടെ നാട്ടുപ്രദേശമാണ് പത്തനംതിട്ട, അടൂർ, കൊടുമൺ, അങ്ങാടിക്കൽ എന്ന് പറയും. മലയോര പ്രദേശമാണ്. അവിടെ ഒന്നും ബ്യൂട്ടി പാർലറിൽ പോകത്തേ ഇല്ല ആരും. അന്നൊന്നും ഒന്നുമില്ലല്ലോ, ഈ സൺസ്ക്രീൻ ഇല്ല, ഒന്നുമില്ല. ആകെ ഉള്ളൊരു ഫെയർ ലവ്ലി ഉണ്ട്, കുറച്ച് പൗഡറും ഉണ്ട്, ഒരു ഐലൈനറും ഉണ്ട്. അത് അന്ന് തൊട്ടേ ഡാസ്ലറിൻ്റെ യൂസ് ചെയ്യാറ് ഐലൈനർ. എൻ്റെ കണ്ണും എനിക്ക് പിരികവും എനിക്കത് നന്നായിട്ട് എഴുതണം, എന്നല്ല എൻ്റെ മുഖത്തൊരു ഇത് വരുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ആകെ ഒരു ഇതാവും. അങ്ങനെ ഞാൻ പിരി എടുത്തോ കണ്ടോ. എനിക്കിതുപോലെ ഇരിക്കണം പിരി എടുക്കുന്നത്. കുറച്ച് പിരികം കുറവാണ്, എന്നിട്ട് വരച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. അതിന് ശേഷം പിരികൊന്ന് വരച്ച് ഇച്ചിരി പൗഡർ ഇട്ടു എൻ്റെ മുകളിൽ, കാരണം അത് എഴുതിയെന്നറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം എന്നിട്ട് ഞാൻ ഈ ഡ്രസ്സ് ഞാൻ മേടിച്ചത് തായ്ലൻഡിൽ പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണേ. ഇത് സിന്ദൂരം ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിന്ദൂരം ഇടുന്നത്. ഞാൻ ക്രിസ്ത്യനാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നത് ഹിന്ദു കാസ്റ്റിലോട്ടാണ്. ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. എൻ്റെ സീനിയറായിരുന്നു ചേട്ടൻ. പുള്ളി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്, ദുബായിലായിരുന്നു. 10 വർഷം കൊണ്ട് ദുബായിലായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയിട്ട് 2 വർഷമായി. അപ്പം ഞങ്ങൾ തായ്ലൻഡിൽ ചേട്ടാ ഈ വെക്കേഷൻ വന്നപ്പോൾ ഒരു 1.5 വർഷം കഴിഞ്ഞ് വെക്കേഷൻ വന്നപ്പോൾ തായ്ലൻഡിൽ ട്രിപ്പ് പോയിട്ടുണ്ടായി. അപ്പം അന്നേരം മേടിച്ചതാണ്. മിന്ത്രയിൽ നിന്ന് എടുത്ത പാവാടയാണ്. ഇത് ഒരു 2 അലക്ക് കഴിഞ്ഞപ്പോൾ എൻ്റെ കളർ പോയെന്നേ. നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കാണാൻ, പക്ഷെ കളർ പോയപ്പം എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങ് ഇടും. കുറേ ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഈ ഡ്രസ്സില്ല എന്നുള്ളൊരു പല്ലവി ഉണ്ടാവുമല്ലോ സാധാ പെണ്ണുങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതൊന്ന് ഇതാവുന്നിടം വരെ അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കും. എന്നിട്ട് കാറെടുത്ത് ഇപ്പം ഞാൻ കാറെടുത്ത് പോയാലും തൊഴുതുവേ. 2 വീലർ ആണെങ്കിലും കാറാണെങ്കിലും ഇപ്പം ഞാൻ തൊഴും. ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള 2 കുട്ടികളെ കണ്ടേ, സൈക്കോട്ടെ എന്ന് പറയും. അവർ കാറിൽ വരുമായിരുന്നു. അങ്ങനെ ഞാൻ കാറെടുത്ത് ഇരിഞ്ഞാലക്കുട പോയി. അവിടെ KSFയുടെ ഫ്രണ്ടിൽ സാധാരണ അവിടെ സൈഡിൽ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അവിടെ മൊത്തം കാറായതുകൊണ്ട് ഒരു ടെൻഷനായിരുന്നു. കാറെടുത്ത് എവിടെ പാർക്ക് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോൾ സ്ഥലം കണ്ടു, ഒരു വളവിൻ്റെ അടുത്ത് തന്നെ. അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തു. അങ്ങനെ കുറേയൊക്കെ അടച്ച് വീട്ടിൽ വന്നു.